നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് ചപ്പാരപ്പടവിലെ മുഹമ്മദ് കാസിമിൻ്റെ ജീവിതവും ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ SMA ടൈപ്പ് 2 എന്ന അപൂർവവും മാരകവുമായ രോഗം ബാധിച്ച് ഈ കുഞ്ഞ് അധികം കളിച്ചിരികളില്ലാതെ ഈ ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. ഈ കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സോൾജെൻസ്മ എന്ന ജീൻ തെറാപ്പി അനിവാര്യമാണ്. അതിന് വേണ്ടതാവട്ടെ 18 കോടി രൂപയെന്ന വലിയ തുകയാണ്. ഇതിനുവേണ്ടി ചപ്പാരപ്പടവ് പഞ്ചായത്ത് അധികൃതരും അതുപോലെ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററും കെ സുധാകരനും MPയും അടങ്ങിയ ഒരു വലിയ സംഘം ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചുകൊണ്ട് സജീവമായി ഈ കുട്ടിക്കായി രംഗത്തുണ്ട്. അവർ മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ ഇനി സമയം വളരെ പരിമിതമാണ്. കേവലം 50 ദിവസം മാത്രമേ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സോൾജെൻസ്മ തെറാപ്പി നൽകാനായി നമ്മുടെ മുൻപിലുള്ളൂ. കാരണം 2 വയസ്സിനകം ഈ തെറാപ്പി നൽകിയാൽ മാത്രമേ കുഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയുള്ളൂ. സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് മുട്ടാനുള്ള വാതിലുകളുടെ എണ്ണവും ചുരുങ്ങുകയാണ്. ഇവിടെ സഹായിക്കേണ്ടത് സുമനസ്സുകളായ നമ്മൾ ഓരോരുത്തരാണ്. കാസിമിൻ്റെ രോഗം നമുക്ക് കണ്ടു തുടങ്ങിയത് അവന് മുട്ടിലയഞ്ഞ് നടക്കുന്ന സമയത്തൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനൊരു നിൽക്കുന്ന പ്രായമായ സമയത്താണ് അവന് കാലിനൊരു ബലക്കുറവ് പോലെ നമുക്ക് കണ്ടത്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരായിരുന്നു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വിറ്റാമിൻ്റെ കുറവാന്ന് പറഞ്ഞു കുറച്ചൊരു മരുന്നൊക്കെ കുടിച്ചു. ശേഷം ഒരു മാറ്റം കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ മംഗലാപുരത്തേക്ക് ചികിത്സയ്ക്ക് പോയത്. അവിടുന്ന് ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് ഇവനിക്ക് SMA എന്നുള്ള രോഗമാണെന്ന് മനസ്സിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഡോക്ടർ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മംഗലാപുരത്തേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവസാനം ഈ ലോക്ക്ഡൗൺ തുറന്ന് നമ്മൾ പോയ ഉടനെ തന്നെ ഡോക്ടർ ഞങ്ങളെ ബാംഗ്ലൂരിലേക്ക് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും അവിടെയായിരുന്നു പിന്നീട് ഇതിൻ്റെ തുടർ ചികിത്സ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞത് ചുരുങ്ങിയത് 2 വയസ്സ് മുമ്പ് ഇവനിക്ക് മരുന്ന് കൊടുക്കാനാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുഞ്ഞി കാസിക്കിപ്പോൾ 1 വയസ്സും 10 മാസവുമായി പ്രായം. വെറും 2 മാസം മാത്രമേ നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ. അപ്പം അതിനു മുമ്പ് തന്നെ ഈ ഒരു വലിയൊരു തുക നമുക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തുകയാണ്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് നമ്മുടെ കുഞ്ഞു മോനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാട്ടുവിലെ മുഹമ്മദിനെ സഹായിച്ച കേരള ജനസമൂഹം ഞങ്ങളെയും കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ കുഞ്ഞു കാസിനെ സാധാരണ ജീവിതത്തിലേക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മകളുടെ കുട്ടിയാണ് മുഹമ്മദ് കാസിം. ഇവൻ്റെ കാര്യത്തിൽ വളരെ വിഷമത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. മുഹമ്മദ് കാസിം എന്ന പൊന്നുമോൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ആവശ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പൊന്നുമോൻ്റെ ഇനി 2 വയസ്സാകാൻ കേവലം 1.5 മാസമാണ് ബാക്കി. പക്ഷേ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും വളരെ ചെറിയ തുക മാത്രമാണ് ഇതുവരെ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിട്ടിയിട്ടുള്ളത്. ദയവ് ചെയ്ത് നമ്മുടെ മാട്ടൂരിലെ പൊന്നുമോൻ്റെ ചികിത്സ ഈ നാട് ഒന്നടങ്കം ഏറ്റെടുത്തതുപോലെ നമ്മുടെ പൊന്നു കാസിമിൻ്റെ ചികിത്സ കൂടി എല്ലാ നല്ല സുമനസ്സായ ആൾക്കാരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. കുഞ്ഞുമോൻ മുഹമ്മദ് കാസിം ചികിത്സാ കമ്മിറ്റിയുടെ ക്രൗഡ് ഫണ്ടുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ക്രൗഡ് ഫണ്ട് സ്വരൂപിക്കാനുള്ള നമ്മുടെ മാസം എന്ന് പറയുന്നത് 2 മാസത്തിൽ കുറവ് മാത്രമാണ്. കേവലം 50 ദിവസം കൊണ്ട് ഈ ഒരു മരുന്ന് അമേരിക്കയിൽ നിന്ന് എഗ്രിമെൻ്റ് ചെയ്ത് നമുക്കിവിടെ എത്തേണ്ടതുണ്ട്, ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ പല കോണുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫോൺ കോളുകൾ മാട്ടൂൽ ഫണ്ടിൻ്റെ 46 കോടി ഉള്ള ഫണ്ട്, ആ ബാക്കി ഫണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കൂടെ എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാട്ടൂൽ കമ്മിറ്റിയുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും ബഹുമാനായ ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരികളായ ഗോവിന്ദൻ മാസ്റ്ററും കെ സുധാകരൻ MPയും ലെറ്റർ സഹിതം അവിടെ അപേക്ഷ കൊടുത്ത് അവർ അനുഭാവം അത് പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നിയമക്കുരുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഏറെ കാലതാമസമെടുക്കും. 1-2 മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ. പക്ഷേ നമ്മുടെ മുമ്പിൽ കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിന് ചെയ്ത ആ ഒരു പ്രവർത്തനം, മാട്ടൂരിലെ മുഹമ്മദിന് ചെയ്ത ആ മാനുഷിക പ്രവർത്തനം ഈ കേരളമൊട്ടാകെയുള്ള സമൂഹം ഏറ്റെടുത്തുകൊണ്ട് ഓരോ രൂപയാണെങ്കിൽ 1 രൂപ മുതൽ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിലുള്ള പൈസ സ്വരൂപിച്ചുകൊണ്ട് ഈ ഒരു ചികിത്സാ കമ്മിറ്റിയെ സഹായിക്കുകയും
അതുവഴി ആ കുഞ്ഞു കാസിമിനെ ഒരു വലിയ കാസിമായി ലോകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവുന്ന പ്രവർത്തനം നടത്താൻ അപേക്ഷിക്കുകയാണ്.